പ്രിയമുള്ളവരെ നമസ്കാരം. ആക്ടർ ജയൻ്റെ മകൻ മുരളി ജയൻ എന്നുള്ളൊരു എപ്പിസോഡ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അത് ആദിത്യൻ എന്നുള്ളൊരു വ്യക്തി, അതായത് ജയൻ്റെ അനിയൻ്റെ മകൻ സ്റ്റേ കൊടുത്ത ഒരു കേസും കൂടി ഉണ്ടായിരുന്നു. അത് മുമ്പ് 2019 എന്തോ കൊടുത്തതാ. ഇതൊരു പെൻഡിങ് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാനൊക്കെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാനൊരു വീഡിയോ ഇട്ടു. അതും പറയുമ്പോഴത്തേക്ക് ആദിത്യൻ്റെ ഈ ഫാമിലി മെമ്പർ ട്രസ്റ്റായി നിന്നിട്ട് അവന്മാർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ആ വീഡിയോക്ക് ഒരു വ്യക്തി കമൻ്റ് ഇട്ടു, കള്ളം പറയുന്നു അത് ഇതൊക്കെ പറഞ്ഞു. ഈ കള്ളം പറഞ്ഞ് എനിക്കെന്ത് കിട്ടാനാ? ഞാനും പറയുമ്പോഴത്തേക്ക് ഇത് സത്യത്വത്തോണ്ട് സത്യം തെളിയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതല്ലാതെ ഇയാൾക്ക് പറ്റിച്ച് കള്ളം പറയണം, പക്ഷേ ഇത് ചെയ്യണം തരുമ്പോഴത്തേക്ക് പറ്റിക്കണം പിടിക്കണം എന്നല്ലേ. ഇത് എനക്കൊരു ലാഭമില്ല, അതല്ല അയാൾക്ക് ലാഭം ഉണ്ടോ ഇല്ലാത്തല്ല, സത്യം തെളിയണം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ അങ്ങനെ ഒരുപാട് സത്യം തെളിയിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് ഒരു വ്യക്തി വന്നിട്ട് എന്തൊക്കെ കമൻ്റ് ഇട്ടു, എന്താ കള്ളം പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അയാൾ ഡിലീറ്റ് ചെയ്തു കമൻറ്റ്. എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ വേണ്ടി ഒരുപാട് കമൻറ്റ് ഇട്ടു, എന്തിനാ കള്ളം പറയുന്നത്, എന്തിനാ ഇതാക്കുന്നതെന്ന്. അയാൾ ആരാണെന്ന് പോലല്ലേ, അയാളെ ഒരു പുപ്പൽഫിക്ക് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എന്താ പറയുമ്പോഴത്തേക്ക് ഒരു ഫേക്ക് അക്കൗണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനും പറയുമ്പോഴത്തേക്ക് ഇത് ഇന്നലെ നാളെ ഞാൻ ഏറ്റെടുത്ത കാര്യം ഞാൻ ചെയ്യും, പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേ ഒന്ന് ഒഴിവാക്കണം എങ്ങനെയെങ്കിലും എന്ന് അവർക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്ര വലിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ നമ്പർ മെൻഷൻ ചെയ്യാം, അവർക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. കാര്യം എവിടം വരെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു. അതല്ലാതെ അമ്പിളി ദേവിൻ്റെ അടുത്ത് ചോദിച്ചാലും മതി. ഒരുപാട് ആൾക്കാർ, ഒരു സിനിമാ താരങ്ങൾ അടക്കം ഒരുപാട് ആൾക്കാർ ഇതിന് നടത്തണമെന്നും നടത്തണ്ടെന്നും പറഞ്ഞു ഒരുപാട് സംവിധായകന്മാരടക്കം പഴയ സംവിധായകന്മാരടക്കം ഉണ്ടല്ലേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതാണ് സംഭവം. പക്ഷെ ഇതൊരു ദിവസത്തില്ല ഒരു ദിവസം തെളിയും. ഇത് അത് ഒരു ദിവസമില്ല ഒരു ദിവസം നിലത്തല്ല, ഇത് അടുത്തൊരു കാലത്തിലൊരു ഈ മാസം ലാസ്റ്റിനുള്ളിൽ ഇതിന് സാധ്യത തെളിഞ്ഞിരിക്കും. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേൻ്റെ കാര്യം കുഴപ്പമില്ല, ഡിഎൻഎസ് എടുക്കാനായിട്ടുള്ളൊരു സംവിധാനം കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഈ ആഴ്ചയിൽ തന്നെ ഇത് നടക്കുന്ന തോന്നുന്നുള്ളൂ. പിന്നെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നത് നീ കള്ളം പറയുന്നത് നിനക്കെന്നും ചെല്ലി കേടുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കെന്നും ചെല്ലി കേടുന്നത് എനിക്കറിയില്ല. ഈ പ്രശ്നത്തിൽ ഇടപെട്ടതാണ് എനിക്ക് എൻ്റെ കേട് നൽകിയേ തോന്നുള്ളൂ. സംഭവം ആൾക്കാരെ കൊണ്ട് വെറുതെ വായിന്ന് കേൾപ്പിക്കാൻ നമുക്കൊന്നും പറ്റില്ല. ഞാൻ നല്ല തറവാട് പറഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് വലിയ ലോക്കൽ സംഘത്തിക്ക് എന്തോ നല്ല തറവാട് പറഞ്ഞ ആൾക്കാർ, നല്ല തറവാട് കയറുന്ന ആൾക്കാർ, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതാണ് സംഭവം. പിന്നെ നമുക്ക് അത്യാവശ്യത്തിനാണെങ്കിൽ ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞത് റിയലിറ്റി പൈസ ഉണ്ടാക്കാനാണ്. റിയലിറ്റി എന്ത് പൈസ ഉണ്ടാവാനാ? എൻ്റെ വീട് വലിയ വൈറലാവുന്നില്ല, റിയലിറ്റി പൈസ ഉണ്ടായി. എനിക്കും പറയുമ്പോൾ ഞാൻ എൻ്റെ ഞങ്ങളുടെ തോട്ടത്തിൻ്റെ പുല്ല് ചെത്തി വിറ്റാൽ മതി, ഞങ്ങൾക്ക് കാലം കഴിയാനുള്ളതുണ്ട്. അത് വേറെ കാര്യം, അത് അന്വേഷിച്ച് നോക്കിക്കോളി. സുൽത്താൻ വീട്ടിൽ മിന്നൽ നിച്ചുവലിച്ച് നിങ്ങൾ അന്വേഷിച്ച് നോക്കാം. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് എൻ്റെ വീട്. അതുകൊണ്ട് ഈ റിയൽസിറ്റിച്ചോ ഈ യൂട്യൂബ് തരുന്ന മുക്കാലും പൈസ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് കഴിയാനായിട്ടുള്ള നല്ല പൂർവികന്മാർ എനിക്ക് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. പിന്നെ പറയുമ്പോൾ സത്യം തെളിയട്ടെന്ന് അത്രേ ഉള്ളൂ, സത്യം തെളിയട്ടെന്ന് അത്രേ ഉള്ളൂ. എനിക്ക് പറയുമ്പോഴത്തേക്ക് ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഈ ഗവൺമെൻറ് തരുന്ന പൈസയും വേണ്ട എനിക്ക് കഴിയാൻ. ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതാണ് സംഭവം. പിന്നെ പറയുമ്പോഴത്തേക്ക് ഇത് അറിയാത്തൊരുത്തൻ അവൻ പറയുമ്പോഴത്തേക്ക് വെളിപ്പെടുത്താതെയാണ് എന്നെ എന്തെല്ലാം വഴക്ക് പറയുന്നത്. ഞാനത് വോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇരുന്നില്ല. എന്ന് പറയുമ്പോഴത്തേക്ക് അയാളോട് ഇതാക്കി അയാൾ ജീവിച്ചു പോട്ടെ, അത്രേ ഉള്ളൂ. പക്ഷെ പറയുമ്പോഴത്തേക്ക് അയാളൊരു ഫേക്ക് അക്കൗണ്ട് നിന്നാൽ എനിക്ക് എന്തൊക്കെ വഴക്ക് പറഞ്ഞു, പക്ഷെ എന്തൊക്കെ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ വഴക്ക് പറഞ്ഞു. ഇതൊക്കെയൊക്കെ നമ്മളെന്ത് തെറ്റ് ചെയ്തതാണ്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് പറയുമ്പോൾ അവൻ്റെ സൈബർ അറ്റാക്ക് ചെയ്തിട്ട് അവനെ പിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഞാൻ പിടിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ഈ ഓല അങ്ങനത്തെ സ്ഥലത്തുള്ള അഡ്രസ്സാണ് അവൻ്റെ കിട്ടിയത്. യഥാർത്ഥത്തിൽ പേരും കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവിടെ വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ പറയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഇതാക്കിയെങ്കിൽ ഞാൻ 24 hours മതി എനിക്ക് നിരമ്പോഴത്തേക്ക് ഈ കംപ്ലൈൻറ്റ് സ്റ്റേജ് അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജഡ്ജിൻ്റെ മുമ്പിൽ ഹാജരെഴുതിച്ച് എനിക്കുണ്ട് 178, 179, 350 സൈബർ ക്രൈം 285 വെച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തെങ്കിൽ 6 വർഷം വരെ കിടക്കും. കിടന്നില്ലെങ്കിൽ കിടപ്പിക്കും. അത് വേറെ കാര്യം. ഒരുപാട് സഹിക്കുന്നതിന് ഒരു അതിരുണ്ട്. ഈ പ്രാവശ്യം ഒരുപാട് സഹിപ്പിച്ച് വ്യക്തിയാണ് മെസ്സേജ് അയച്ചു, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. അവസാനം ഒരു വോയിസ് ഇട്ടു 3 മിനിറ്റിനടക്കം വായിച്ചിട്ട് എന്തൊക്കെ വായിക്ക് പറഞ്ഞിട്ട്. പക്ഷെ എന്തിൻ്റെ കേട്ടു എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, എന്നെ അടുത്ത ഒരു ഹായ് എന്നിട്ടൊരു മെസ്സേജ് വന്നെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. ഇതൊരു താക്കീതാണ്.
കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് മാത്രമല്ല അവൻ്റെ പേഴ്സണൽ നമ്പർ അടക്കം ഞാൻ എടുക്കും. 24 hours മതി. അവൻ ഏത് മൊബൈൽ 2 പ്രാവശ്യം എനിക്ക് മെസ്സേജ് അയച്ചത് സൈബർ ക്രൈം പ്രകാരം ഉണ്ടല്ലേ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് 2 മൊബൈലിൽ നിന്നാണ് 2 പ്രാവശ്യം മെസ്സേജ് അയച്ചത്. ഏത് മൊബൈലിൽ നിന്നായാലും കുഴപ്പമില്ല, അവൻ മെസ്സേജ് അയച്ചാൽ ആ വ്യക്തിയെ ഞാൻ ജയിലിൽ കയറ്റിയിരിക്കും. ജയിലിൽ കയറ്റും വലിയ പണി. ഞാൻ പറയില്ലേ, 24 മണിക്കൂറിനുള്ളിൽ ഞാനുണ്ട് 6 വർഷത്തെ ശിക്ഷ മേടിച്ചു കൊടുക്കും. ഒന്നാമത്തത് സത്യം തെളിയിക്കുന്നവർ കള്ളം എന്ന് വിളിച്ച് പറഞ്ഞില്ലേ. രണ്ടാമത് പറയുമ്പോഴത്തേക്ക് വേണ്ടാത്ത എന്തൊക്കെ പറഞ്ഞേക്കും. മൂന്നാമത് സൈബർ ആക്ട് പ്രകാരം 3 കേസ് ഞാൻ ചുമർത്തിയിട്ടുണ്ട്. 6 വർഷം വരെ ഞാൻ ജയിലിൽ കിടത്തിയിട്ടുണ്ട്. ഒരുപാട് ന്യായത്തിന് വേണ്ടി ഞാൻ എവിടം വരെ പോകും, നീതി ന്യായത്തിന് വേണ്ടി ഞാൻ എവിടം വരെ പോകാൻ പറ്റും അവിടം വരെ പോകും. അപ്പോൾ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.